ഹായ് മാന്യസദസ്സിന് നമസ്കാരം. പലരുടെയും വിചാരം എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി പിന്നോക്കം നിൽക്കുന്നവരാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഞങ്ങളുടെ തറവാട്ടിൽ ആന വരെയുണ്ട്. ആനയുടെ ഷെഡ് ഞാൻ കാണിച്ചു തരാം. ആനയുള്ള തറവാട്ടിലെയാണ് ഞങ്ങൾ. ദേ അച്ഛൻ അവിടെ നിന്ന് തൂക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആനയുള്ള തറവാട്ടിലെയാണ്. അപ്പോൾ ഞാനിപ്പം ഞങ്ങളുടെ ആനക്കൂടും ആനയും കാണിച്ചു തരാം കേട്ടോ. ദേ ഇതാണ് ഞങ്ങളുടെ ആനക്കൂട്. കണ്ടോ എത്ര ആനക്കൂടാന്നറിയാവോ? ഒന്നും രണ്ടേ ആനയൊന്നുമല്ല, ഇഷ്ടം പോലെ ആന. നോക്കട്ടെ, ആന പറമ്പിൽ തിന്നാൻ പോയോ അതോ ഇതിനകത്തിലുണ്ടോയെന്ന് നോക്കട്ടെ. ചിലപ്പോൾ വെയിലായതുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലുണ്ടോയെന്നറിയത്തില്ല. ചേടാ, ഇവന്മാരെല്ലാം കൂടെ പോയല്ലോ. ഇതിപ്പോൾ കാലിത്തൊഴുത്തായല്ലോ. ഡേ ഒരാളേലും വാടേ. ആനയില്ലേ? പനമ്പട്ട വെട്ടാൻ പോയെന്ന് തോന്നുന്നു. ആന ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ ആനക്കൂട് കണ്ടല്ലോ അല്ലേ? ഇതിലുണ്ടായിരുന്നു. എല്ലാവന്മാരും പോയതായിരിക്കും. ചിലപ്പോൾ പറമ്പിൽ തിന്നാൻ പോയേക്കുമായിരിക്കും കേട്ടോ. പുല്ല് നോക്കി പോയതായിരിക്കും. നോക്കട്ടെ. ചേട്ടാ, ഈ ആനയെല്ലാം കൂടെ പുല്ല് തിന്നാൻ പോയേക്കുവാന്ന് തോന്നുന്നു കാട്ടി കേട്ടോ. ഒരാനയാണോ തെറിച്ചു പോയത്? ദേ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ആനയുള്ള തറവാടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. ഇതാണ് ആന. എടാ പോവില്ലേ മോനെ. അപ്പം ബാക്കിയുള്ളവരും അവിടെ കാണും കേട്ടോ. വെയിലത്തൊന്നും നിന്നെ ഞാൻ വേറൊരു കുഴിയിലോട്ടാക്കി തരാം. വാ, ഇങ്ങോട്ട് കയറ്. ഇങ്ങോട്ട് വാ. ആനയെ എടുക്കാനും പറ്റുന്നില്ല. വെയിറ്റ്. ഇതേ കണ്ടോ ആനേനെ? ആനയുള്ള തറവാട്ടിലെയാന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇതേ കണ്ടോ ആനയുണ്ട്. ആനയെ കണ്ടോ? ഇനി ആനയെ കണ്ടില്ലെന്നാരും നാളെ പറയരുതേ. പിന്നെ അതിലും നിന്നില്ലെങ്കിൽ നോക്ക്, എൻ്റെ മെതിയടി കണ്ടോ? കണ്ടോ? മെതിയടിയുള്ള കുടുംബത്തിലെയാണ്. നമുക്ക് ഈ ആനേനെ ഇവിടെ ഇട്ട് നോക്കാവേ. തണുപ്പത്ത് കിടക്കടാ കുഞ്ഞെ. അവിടെ വെയിലല്ലേ, ഇവിടെ തണുപ്പത്ത് കിടക്ക്. നീ വെയിലത്ത് കിടന്ന് ചുട്ടു കൊള്ളും. ഇവിടെ കുഴി കുത്തിക്കടാ നീ മോനെ. കുഴി കുത്തിക്കേ നോക്കട്ടെ. കുഴി കുത്ത്.